ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദേ ഈ ഒരു മാലയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഈ മാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ദേ ഈ കാണിച്ച റെഡ് കളറിലുള്ള ബീഡാണ് കേട്ടോ നമ്മൾ ഇന്ന് യൂസ് ചെയ്യണേ. പിന്നെ ഈ ഒരു ചെയിന് അത് 3x2 mm ചെയിനാണ് കേട്ടോ, ചെറിയ സൈസ്. അപ്പോൾ നമ്മൾ ബീഡ് എടുക്കുമ്പോൾ വലിയ സൈസ്, അതായത് ചെയിനിൻ്റെ ഉള്ളിലേക്ക് ബീഡ് കടക്കാൻ പറ്റണ ബീഡായിരിക്കണം എടുക്കണം. പിന്നെ 2 ജെം റിങ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മറ്റേ ലോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തേക്കണേ നമ്മളെ B7000 ഗ്ലൂ ആണ് എടുത്തേക്കണേ. പിന്നെ എടുത്തേക്കണേ ദേ ഈ ഒരു ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അത് സൂചിയും നൂലയിലും എടുത്തിട്ട് നമ്മൾ ആ ചെയിനുമ്മ കെട്ടിക്കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതുമ്മ കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ആ ഗിയർ വയർ ആയ ചെയിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുന്നുണ്ട്. കടത്തി കൊടുത്തതിന് ശേഷം അതൊന്ന് പിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗിയർ വയർ ഇല്ലയെന്നുണ്ടെങ്കിൽ സൂചി നൂലെടുത്തിട്ട് സൂചിയിൽ നൂല് കോർത്ത ശേഷം നൂല് ചെയിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി കെട്ടിക്കൊടുത്താലും മതി. ഇത് ബീഡ് നമുക്ക് എളുപ്പത്തിൽ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ അറ്റത്ത് നമുക്ക് ജെം റിങ്ങും ലോക്കും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ അല്ലേ ബീഡ് കടത്തി കൊടുക്കണേ. അപ്പോൾ ഈ അറ്റത്ത് നമുക്ക് ജെം റിങ്ങും ലോക്കും ഇട്ട് ശരിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജെം റിങ് എടുത്തിട്ട് അത് അകത്തി കൊടുത്ത ശേഷം നമ്മുടെ ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് ഈ ജെം റിങ് നമ്മുടെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാനായിട്ട് ചെയ്യണേ. അതിന് ശേഷം അത് ലോക്ക് ചെയ്യുക, പ്രസ് ചെയ്ത് അത് ലോക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്ക് നമ്മൾ ഫസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ബീഡ് കടത്തി കൊടുക്കാം. അപ്പോൾ ഈ ചെയിനിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഗ്യാപ്പിട്ട് ബീഡ് ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. അപ്പോൾ ഫസ്റ്റ് ബീഡ് ഞാൻ ഇവിടെ കടത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് കടത്തി കൊടുത്തതിന് ശേഷം എവിടെയാണോ അത് നിൽക്കേണ്ടത് ആ സ്ഥലത്താണ് നമുക്ക് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കൊരു പണി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഈ ബീഡ് പകുതി വെച്ച് അങ്ങോട്ട് കടക്കണില്ല. അതാണ് എനിക്ക് കിട്ടിയ പണി. എന്തെന്നെ ചെയ്തിട്ടും ഞാൻ കുറേ ഇട്ട് തിരിച്ചൊക്കെ അങ്ങോട്ട് കടത്താൻ നോക്കുന്നുണ്ട്, പക്ഷേ അത് പോണില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ആ സൈഡ് വേണമെങ്കിൽ കുറച്ച് വലിപ്പം കൂടുതൽ ഉണ്ടാവായിരിക്കാം, അറിയില്ല. പക്ഷേ ഒറ്റ ചെയിനാണത്, എന്താണെന്നറിയില്ല, അത് അങ്ങോട്ട് കടക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ അതവിടെ നിൽക്കട്ടെ, അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ ഒന്നും തേക്കേണ്ട ആവശ്യം വന്നില്ല, അല്ലാണ്ട് തന്നെ അതവിടെ ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി ബാലൻസ് കുറച്ച് നീക്കിയിട്ട് നമുക്ക് അടുത്ത ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അവിടെ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ഈ സൈഡ് ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു 5 ബീഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ലാസ്റ്റിലായിട്ട് നമുക്ക് ജെം റിങ് ഇട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മറ്റേ സൈഡിലത്തെ ജെം റിങ് ഊരിയിട്ട് നമുക്കതിൽ ബീഡ് കടത്തി കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഗിയർ വയർ ഊരിയിട്ട് ജെം റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഈ സൈഡിൽ ജെം റിങ് ഊരിയതിന് ശേഷം അവിടെ ഗിയർ വയർ ഇട്ടിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബീഡ് കയറ്റാനുള്ള എളുപ്പവഴി. എന്നിട്ട് എവിടെയാണോ നമുക്ക് ബീഡ് അടുത്തത് കിടക്കേണ്ടത് ആ സൈഡിലായിട്ട് ഞാൻ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂ തേച്ചതിന് ശേഷമാണ് ഞാൻ ബീഡ് കയറ്റണത്. അപ്പോൾ ഇവിടെയും പണി കിട്ടി, ബീഡ് കയറുന്നില്ല കേട്ടോ. അപ്പോൾ ആ സൈഡിലെന്തോ വലിപ്പം കൂടുതൽ എന്നു തോന്നുന്നുണ്ട്, അതുകൊണ്ട് ബീഡ് കയറുന്നില്ല. അപ്പോൾ ഞാൻ നമ്മൾ തേച്ച് വെച്ച ഗ്ലൂ ഒലിച്ച് കളയാനായിട്ട് ചെയ്യണേ. ഒലിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഊരി വെച്ച ലോക്ക് ഉണ്ടല്ലോ, അതെടുത്ത് അത് ഇടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ മാല ഇവിടെ അവസാനിപ്പിച്ചു കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ഫുള്ളായിട്ട് ബീഡിടാമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചത് അവസാനം. അപ്പോൾ നമ്മൾ കഴുത്തിലിടുന്ന സമയത്തായിട്ട് ബീഡുള്ള ഭാഗം മാത്രമായിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ചെയിൻ്റെ ഭാഗം ഇങ്ങനെ ബാക്കിലോട്ടിട്ടാക്കിയിട്ട് ഇടാമെന്നാണ് ഇപ്പം ഞാൻ കരുതിയത്. ഇങ്ങനെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, ഇങ്ങനെയാണോ ഭംഗി അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് വരുന്നതാണോ ഭംഗി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.